അമ്മയ്ക്കിപ്പോഴും എൻ്റെ അസുഖത്തെ ഓർത്ത് പേടിയാണ്. പിന്നെ എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ എൻ്റെ അനുജത്തിയെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി നമ്മുടെ അച്ഛനെ കൂടെ കാണണം. അച്ഛനും അമ്മയും ഞാനും അനുജത്തി ഒരുമിച്ച് എവിടെയെങ്കിലും നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അമ്മേ, അമ്മയെ ഓർത്തെടുക്കാൻ പറ്റാത്ത കഴിഞ്ഞ കാലം അങ്ങ് പൊയ്ക്കോട്ടെ. ഓർക്കാനുള്ള നല്ല ജീവിതം ഇനി നമുക്ക് ഒന്നിച്ചാവാലോ. ജ്യോതിയെ കാണിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷെ നിത്യ എങ്ങാനും കയറി വന്നു. ഇതെന്താ അമ്മ ഇവിടെ? എവിടെയാ നിന്റെ അനുജത്തി ഉള്ളത്? ഇത് ഹരിസാറിന്റെ വീടല്ലേ? ഹരിയെ അറിയോ നീ? പിന്നെ അമ്മ, ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഹരിസാർ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഹരിസാറിൻ്റെ മോളില്ലേ കല്യാണി, ഞങ്ങൾ നല്ല കൂട്ടാ. ആ, അന്നൊരു ദിവസം അമ്മ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞില്ലേ? അന്ന് ഞാൻ അവിടെ ഹരിസാറിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ അമ്മ എന്നെ വിളിച്ചത്. ഓ, അങ്ങനെയാണോ? അതേന്നേ. വാ അമ്മ, പെട്ടെന്ന് വന്നേ. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് കാണണം. ആദി, ഞാൻ ടെറസിൽ തുണി വിരിക്കാൻ പോവാ. കുറുമ്പൊന്നും കാണിക്കാതെ ഇവിടെ ഇരുന്നോണം. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ പതുക്കെ നടക്കുന്നേ? വാ അമ്മേ, വാ. എന്നെ കാണുമ്പോൾ അവൾക്ക് സന്തോഷമാവുമല്ലേ? അല്ലമ്മേ? മേലെ ഹരിസാറ് നമ്മുടെ ഇവിടെ താഴെ ആയിരിക്കും അല്ലേ? വാമേ. എന്താമേ, എന്തു പറ്റി? അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു തളർച്ച വരാറുള്ളതാ. അപ്പോൾ കൈയും കാലും വല്ലാത്തൊരു തരിപ്പായിരിക്കും. അമ്മ എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. മാറാൻ കുറച്ച് കാലം എടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു പോയാൽ കുറച്ചു നേരം കഴിയും കൈയും കാലും ഒക്കെ ഒന്ന് നേരെയാവാൻ. അമ്മേ, ഒട്ടും വൈകണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോവാം. വാ, വന്നേ വന്നേ. ഒന്നുമില്ലടാ, ഞാൻ വന്നോളാം. നീ പോയി അവളെ കണ്ടിട്ട് വാ. എന്നാലും അമ്മ എങ്ങനെ ഇരിക്കുമ്പോ ഞാൻ... അത് സാരമില്ല മോനെ, നീ ചെല്ല്. ഞാനിപ്പോ വരാം. എന്നാ ഞാൻ പോയിട്ട് വരാമേ. ദൈവമേ, നിത്യമൂളിവൻ പോകുന്നത് വരെ
ഇവിടെ വരല്ലേ. അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്താ പെട്ടെന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതെ ഇങ്ങോട്ട് പോന്നേ? അത് അവിടെ നിന്നപ്പോ പെട്ടെന്നൊരു തളർച്ച പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. അമ്മയുടെ കൂടെ ആരാ ഉണ്ടായിരുന്നേ? ഏതോ ഒരു പയ്യനുണ്ടായിരുന്നെന്ന് കടക്കാരൻ പറഞ്ഞല്ലോ. അതെനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ഒരു പയ്യൻ കൂട്ടുവന്നതാ. അവൻ തിരിച്ചു പോയി. ഇന്നാളിവിടെ വന്ന അങ്കിളല്ലേ? ഈ കുഞ്ഞാരാ? ഇവനെക്കുറിച്ചൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. അമ്മ വീണ്ടും എന്നോട് നുണ പറഞ്ഞു. അങ്കിളെന്തോ ആലോചിക്കുന്നത്? മോൻ ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? അല്ലാതെ തന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ഞാനുണ്ട്, സുജാതയുണ്ട്, ജ്യോതിയുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്. ഇനിയിപ്പോ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ പിന്നെ മതി. അമ്മ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്ക. വാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കേ ഈ വണ്ടി തന്നെ പോയി കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഇനിയിപ്പോ ഇതുപോലെ വല്ലതും സംഭവിച്ചാലോ? വൈകുന്നേരം വെയിൽ ആറിയിട്ട് നമുക്ക് ഇറങ്ങാം. നീ ഇങ്ങോട്ട് വന്നേ. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്തുണ്ടെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. അതുകൊണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മോന്റെ അമ്മ ആരാ? എൻ്റെ അമ്മ പത്മ. അതാ എൻ്റെ അമ്മ. ഞാൻ എന്താ മനസ്സിൽ ഒളിപ്പിച്ചത്? എന്ത് മറച്ചു വെച്ച കാര്യം നീ പറയുന്നേ? ഞാൻ പറഞ്ഞത് അസുഖത്തിന്റെ കാര്യാ. അസുഖമൊക്കെ മാറി, അതാ പോകാന്ന് പറഞ്ഞത്. അമ്മേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ വരുന്നുണ്ടോ നീ? വരാൻ വന്നേ, വാ. ഈ അമ്മയുടെ ഒരു കാര്യം. വേഗം നടക്ക്. കേറിക്കേ. അമ്മയ്ക്കിത് എന്താ പറ്റിയത്? എന്തോ ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം പറമ്മേ? ഒരു കാര്യവും ഇല്ല എന്റെ കുട്ടി. നീ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാതിരുന്നാ മതി. കേറിക്കേ, കേറ. ചേട്ടാ വേഗം വണ്ടി വിട്ടോ. ഇപ്പൊ ഇവിടെ മോനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇവിടെ ജ്യോതിയുണ്ട്. മോൻ ജ്യോതി ഒന്ന് വിളിക്കോ? എന്താ കാര്യം? മോനൊന്ന് വിളിച്ചോണ്ട് വാ. നല്ല കുട്ടിയല്ലേ? ശരി, ഞാൻ വിളിച്ചിട്ട് വരാം. അങ്കിൾ ഇവിടെ നിൽക്ക്. അമ്മേ, അയ്യോ മോനെ. എനിക്ക് എന്തെങ്കിലും പറ്റിയോ? കാല് മുറിഞ്ഞല്ലോ. ജീവൻ എന്താ എന്ത് പറ്റി? അതെ, മോന സ്റ്റെപ്പിലൊന്നും വീണതാ. കാല് മുറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് വല്ലതും ഉണ്ടോ?
ഇത് നല്ല മുറിഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. താമാ. ആ, അതെ, സുജാത പുറത്തു പോയിരിക്കുക. വരുമ്പോ വല്ലാണ്ട് പരിഭ്രമിക്കും. കരയണ്ട മോനെ. അമ്മാവൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ആ, കരയില്ല താമാ, കേട്ടോ. വാ. അപ്പോ ആ. ആ, മോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടെറസിൽ തുണിയിടാൻ പോയതാ. ആ, ടെറസിലായതുകൊണ്ടാ മോളൊന്നും കേൾക്കാണ്ടിരുന്നത്. അതെ, നമ്മുടെ ആദ്യ മോനെ അവനൊന്ന് സ്റ്റെപ്പിൽ വീണായിരുന്നേ. അയ്യോ, എന്നിട്ട് അവൻ എവിടെ? അല്ല, പരിഭ്രമിക്കാനൊന്നും ഇല്ല മോളെ. കാല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അയ്യോ. ആ, കാല് പൊട്ടിയത് കണ്ടിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. ആ വാക്യൂം ക്ലീനർ വിൽക്കാൻ വരുന്ന പയ്യനുണ്ടല്ലോ, അയാളും ഉണ്ട് കൂടെ. അവരിപ്പിങ്ങ് വരും മോളെ. എന്നാലും അവൻ തനിച്ചല്ലേ ഉള്ളൂ. ആ, തനിച്ചോ? ഹരി എന്താ അന്യനാണ്? കല്യാണിയെ നോക്കുന്നത് പോലെ അവൻ ആദ്യം നോക്കിക്കോളും. ഒരു കാര്യം ചെയ്യാം, അവരങ്ങ് എത്തിക്കോട്ടെ. നമുക്ക് എന്നിട്ട് വിളിച്ചു ചോദിക്കാം. എന്നിട്ട് പോകേണ്ട കാര്യമുണ്ടെങ്കിൽ അമ്മ അവൻ പോവുകയും ചെയ്യാം. മോള് സമാധാനായിട്ടിരിക്കെ. ജീവൻ ജ്യോതിയെ കണ്ടിട്ടുണ്ടാവോ? അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്താ അമ്മേ? കുറെ നേരം ആയല്ലോ. അമ്മയ്ക്കെന്തോ മനസ്സിന് പ്രശ്നമുള്ളതുപോലെ. എന്ത് പ്രശ്നം? അമ്മ കള്ളം പറയണ്ട. എന്തേലും അസ്വസ്ഥതയുണ്ടോ? അത് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ. എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ അടക്കി നിർത്താൻ പറ്റുന്നില്ല. ജ്യോതിയാണല്ലോ. നമ്മളെ കാണാഞ്ഞിട്ട് വിളിക്കുന്നതാവും. എടുക്കമ്മേ. ഹലോ അമ്മേ, ആദ്യക്കുട്ടനൊന്ന് വീണു. എപ്പോ? കുറച്ചു മുമ്പേ. അവന്റെ കാല് പൊട്ടിയിട്ടുണ്ട്. ഹരിയേട്ടൻ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അല്ല, നീ എവിടെ പോയിരുന്നു അപ്പോ? ഞാൻ തുണിയിടാൻ വേണ്ടി ടെറസിൽ പോയിരിക്കായിരുന്നു. അവിടെ വേറെ ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ. എന്താ അമ്മേ? ഒന്നുമില്ല. ഞാൻ ഹരിയെ വിളിച്ചിട്ട് കാര്യം എന്താന്ന് ചോദിക്കട്ടെ. ശരി. എന്താ അമ്മേ? ആദ്യക്കുട്ടൻ സ്റ്റെപ്പിൽ നിന്ന് വീണൂന്ന്. അയ്യോ, എന്നിട്ട്? ഹരി അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഏത് ഹോസ്പിറ്റല്? നമുക്ക് അങ്ങോട്ട് പോവാമേ. എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? നീ ഒന്ന് സമാധാനിക്കും. നമുക്ക് ഹരിയെ ഒന്ന് വിളിക്കാം. ആപത്ത് എന്തോ വരാൻ പോകുന്നു അമ്മ പറഞ്ഞത് ഇതായിരുന്നോ?
മോന് വേദനയുണ്ടോ? ഉണ്ട്. ഞാൻ കുറെ ദിവസം കിടക്കേണ്ടി വരുമോ ഇവിടെ? എന്തിന്? വേദന പറയാൻ ഒരു ഇഞ്ചക്ഷൻ കൂടി തരാം. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് പേടിയാ. വേദന പെട്ടെന്ന് മാറണ്ടേ? ഇഞ്ചക്ഷൻ നല്ലതാ. എനിക്ക് വേണ്ട. അങ്കിൾ ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറ. അയ്യേ, ആദിക്കുട്ടൻ നല്ല ധൈര്യശാലിയല്ലേ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? ആ ഞാൻ വിളിക്കാം. വേണ്ടാന്ന് പറ. ഞാൻ വിളിക്കാം. എനിക്ക് പേടിയാ. ഒരു ചെറിയ ഇഞ്ചക്ഷൻ അല്ലേ മോനെ, ദാ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവും. എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഇങ്ങനെ പറയും, എന്നിട്ട് നല്ല വേദനിക്കുകയും ചെയ്യും. എനിക്ക് വേണ്ട. സാർ എടുത്തോ. രാമ 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 രാമ. എടാ, ഇതെന്താ ഇത്? അതെന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ. പേടി വരുമ്പോ ഇങ്ങനെ പറഞ്ഞാ മതിയൊന്നു. മോനെ ഇങ്ങോട്ട് നോക്കി. സ്കൂളിൽ നിന്ന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ ആദ്യമോൻ എന്തെങ്കിലും പങ്കെടുത്തിരുന്നോ? പിന്നെ അവന് ഫാൻസി ഡ്രസ്സിന് പ്രൈസ് ഒക്കെ ഉണ്ട് അവന്. ആഹാ, അപ്പൊ വിന്നറാണോ ഇരിക്കുന്നേ? മതിന്ന് പറ. അതിന് ഇഞ്ചക്ഷൻ എപ്പോഴാ കഴിഞ്ഞല്ലോ. മോന് വേദനിച്ചോ? ഇല്ല, ഉറുമ്പ് കടിച്ചതുപോലെയല്ലേ ഉള്ളൂ. എടാ, അതല്ലേ പറഞ്ഞത്, നല്ല ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാലേ ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന പോലെ ഉണ്ടാവൂ. ദേ നോക്കി, ഇപ്പൊ മോന്റെ വേദന ഒക്കെ മാറിയില്ലേ? അത്രേ ഹലോ ഉള്ളൂ. ഹലോ ആന്റി. ഹരി എവിടെയാ? ആദ്യം മോനിപ്പോ എങ്ങനെയുണ്ട്? ആന്റി വീട്ടിലെത്തിയോ? ഇല്ല, ഞങ്ങൾ പുറത്ത് തന്നെയാ. ജ്യോതിയെ വിളിച്ച് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, മുറിവ് വെച്ച് കിട്ടി, ഒരു ഇഞ്ചക്ഷനും എടുത്തിട്ടുണ്ട്. മോൻ പേടിക്കണ്ട. ജ്യോതി അവിടെയുള്ള കാര്യം ബഹളത്തിനിടയിൽ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ ജ്യോതിയെ കൂടെ കൂട്ടിയനെ. ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് വരും. ഹരിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. എനിക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം. ഞാനിപ്പോ ഇവരെ രണ്ടുപേരെ അങ്ങോട്ടേക്ക് വിടാം. ശരി. എന്നാ നമുക്ക് പോവാം. ശരി. പോകാം. വാ. ഹരിയുടെ കൂടെയുള്ളത് ജീവനാണ്. അവന്റെ മുമ്പിലേക്ക് നിത്യമോളെ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ മേ പറഞ്ഞത്? ആ, കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ. ഹരി മോനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാം. എന്നാ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അല്ല മോളെ, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പമില്ലെന്ന്, സാധനങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കാം. പിന്നെയും നമ്മൾ ഇറങ്ങാൻ നിൽക്കണ്ടേ? അതുകൊണ്ട് ആദ്യമോൻ എന്തേലും വന്നാ ചെന്ന് കാണാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കേട്ടപ്പോ മുതല് കയ്യും കാലും വിറയ്ക്കാം. ഞാൻ പറയുന്നത് കേൾക്കും മോളെ, ഒരിത്തിരി നേരമല്ലേ വേണ്ടത്? എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും, വണ്ടിയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോ. എനിക്ക് ആദ്യയുടെ അടുത്തേക്ക് പോണം. ശരി, എങ്കിൽ വീട്ടിലേക്ക് പോവാം.
ആദിയും മോനെയും കൊണ്ട് വന്നോ? ഇല്ല ചേച്ചി, അവര് വരുന്നേ ഉള്ളൂ. നീ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ, എന്നിട്ട് ആദ്യം മോനെ ശ്രദ്ധിക്കാതിരുന്ന എന്താ? ആദിയുടെ കാര്യങ്ങള് നീ ശ്രദ്ധിക്കാറില്ല, സമ്മതിച്ചു. പക്ഷെ അവന് അപകടം ഉണ്ടാവാതെ നോക്കണ്ടേ? അത്രയെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ നിനക്ക്? നിത്യേച്ചി, വെറുതെ ഒന്നും അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ടെറസിൽ തുണിയിടാൻ പോയതാ. അപ്പൊ അവൻ അങ്ങോട്ട് ഓടി വന്നതായിരിക്കും. ഇത് കേട്ടോ അമ്മ ഇവള് പറയുന്നത്? ഏ എന്താ എന്താ മോള് പറഞ്ഞു? അമ്മ ഇത് ഏത് ലോകത്താ? കുറെ നേരായല്ലോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും പെരുമാറുന്നതും. അത് നേരത്തെ വന്നതുപോലെ ഇപ്പോഴും തല ചുറ്റുന്നുണ്ടോ എന്നൊരു സംശയം.